Dears, welcome back to Arcanex. Question number 9, 2025 NEET question. Which of the following compounds can exist cis and trans isomer? Geometrical isomerism. 4 compounds വന്നിട്ടുണ്ട്. ഇതിൽ geometrical isomerism exist ചെയ്യുന്ന കോമ്പൗണ്ടുകൾ എക്സിബിറ്റ് ചെയ്യുന്ന കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Geometrical isomerism എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ കണ്ടീഷൻസ് ഉണ്ട്. There should be a carbon-carbon double bond അല്ലെ carbon-carbon double bond ഉണ്ടാവണം, അല്ലെങ്കിൽ carbon-nitrogen double bond ഉണ്ടാവണം, അല്ലെങ്കിൽ nitrogen-nitrogen double bond ഉണ്ടാവണം. അല്ലെ ഇതിൽ ഏതെങ്കിലും ഒരു ബോണ്ട് ഡബിൾ ബോണ്ട് അവിടെ വേണം ജോമെട്രിക്കൽ ഐസോമർസ് എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ. സൈക്ലിക് കോമ്പൗണ്ടുകളും ജോമെട്രിക്കൽ ഐസോമർസ് എക്സിബിറ്റ് ചെയ്യും. ഈ കോമ്പൗണ്ട് മാത്രമല്ല സൈക്ലിക് കോമ്പൗണ്ടുകൾ എന്ത് എക്സിബിറ്റ് ചെയ്യും? ജോമെട്രിക്കൽ ഐസോമർസും എക്സിബിറ്റ് ചെയ്യാറുണ്ട്. പിന്നീട് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടു ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം അറ്റാച്ച്ഡ് ടു ദ ഡബിളി ബോണ്ടഡ് കാർബൺ, അതായത് ഡബിൾ ബോണ്ടിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ട് ഗ്രൂപ്പുകൾ ഇവിടെ എ ബി, ഇവിടെ എ ബി അല്ലെ, രണ്ട് ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ആയിരിക്കണം. ഒരിക്കലും ഈ കോമ്പൗണ്ട് സി ഡബിൾ ബോണ്ട് സി എ എ ബി ബി ഈ കോമ്പൗണ്ട് ജോമെട്രിക്കൽ ഐസോമർസം എക്സിബിറ്റ് ചെയ്യില്ല. കാരണം ഇവിടെ ഡബിൾ ബോണ്ടിൽ കാർബണിൽ അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പുകൾ എന്താ സെയിം ആണ്. അപ്പൊ ഡബിൾ ബോണ്ടിൽ അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പുകൾ ഒരിക്കലും എന്താവാൻ പാടില്ല? സെയിം ആവാൻ പാടില്ല. അപ്പൊ രണ്ട് കണ്ടീഷനാണുള്ളത്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ നൈട്രജൻ നൈട്രജൻ ഡബിൾ ബോണ്ട് വേണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന രണ്ട് ഗ്രൂപ്പുകളും ഡിഫറെന്റ് ആയിരിക്കണം. നമുക്ക് നോക്കാം. പെന്റ് വൺ ഈൻ എന്ന് പറഞ്ഞാൽ വൺ ഈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയണം, വൺ ഈൻ എന്ന് പറയാം. ഓപ്ഷൻ വൺ ഈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിലാണ് എന്ത് വരുന്നത്? ഇതാ വൺ ഈൻ, ഇതാണ് വൺ ഈൻ. പെന്റ് വൺ ഈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വൺ ഈൻ. ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആയിരിക്കും. ഈ കോമ്പൗണ്ട് ഒരിക്കലും ജോമെട്രിക്കൽ ഐസോമർസ് എക്സിബിറ്റ് ചെയ്യില്ല, കാരണം സിമിലർ ഗ്രൂപ്പാണുള്ളത്. 2-methyl hex-2-ene ആണ്. 2-methyl hex-2-ene. hex-2-ene നമുക്ക് നോക്കാം. ഹെക്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 2-methyl സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പാണ്. 2-methyl hex-2-ene. ഇവിടെ സിമിലർ ഗ്രൂപ്പുകളാണ് വന്നിരിക്കുന്നത്. ഈ കോമ്പൗണ്ട് ജോമെട്രിക്കൽ ഐസോമർസം എക്സിബിറ്റ് ചെയ്യില്ല. തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1,1-dimethyl cyclopropane ആണ്. 1,1-dimethyl cyclopropane. 1,1-dimethyl cyclopropane. ഈ കോമ്പൗണ്ട് ഇതാ ഒരേ കാർബണിലാണ് രണ്ട് സിമിലർ ഗ്രൂപ്പുകൾ വന്നിരിക്കുന്നത്. ഈ കോമ്പൗണ്ട് ജോമെട്രിക്കൽ ഐസോമർസം എക്സിബിറ്റ് ചെയ്യത്തില്ല. തേർഡ് കോമ്പൗണ്ട് 1,2-dimethyl cyclohexane. 1,2-dimethyl cyclohexane വരയ്ക്കാം. സൈക്ലോഹെക്സേൻ നമ്മൾ വരയ്ക്കുക. സൈക്ലോഹെക്സേൻ. യെസ്, ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് 1,2-dimethyl cyclohexane. 1,2-dimethyl cyclohexane. ഈ കോമ്പൗണ്ട് ജോമെട്രിക്കൽ ഐസോമർസം എക്സിബിറ്റ് ചെയ്യും, കാരണം രണ്ട് ഗ്രൂപ്പുകൾ രണ്ട് കാർബണിലാണുള്ളത്, രണ്ട് കാർബണിലാണ്. സോ ഓപ്ഷൻ വരുന്നത് 1,2-dimethyl cyclohexane ആണ്. 1,2-dimethyl cyclohexane.